إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ വിശേഷിപ്പിക്കുന്നത് ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ ദാസന്മാർ. قال الله عز وجل وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. അള്ളാഹുവിൻ്റെ ദാസന്മാർ അഥവാ റഹ്മാനായ പരമകാരുണ്യകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇബാദുകൾ, ദാസന്മാർ, യംശൂന അലൽ അർദി ഹൗനൻ, അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി സഞ്ചരിക്കുന്നവരാണ്. വിനയാന്വിതരായി യാതൊരർത്ഥത്തിലും അഹങ്കരിക്കാതെ എളിമയോടുകൂടി നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അവരോട് അവിവേകികളായ ആരെങ്കിലും വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സമീപിച്ചാൽ ഖാലൂ സലാമാ, സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിന് നിൽക്കാതെ തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്നവരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിൽ വിലക്കപ്പെട്ട ഗുരുതരമായ പാപങ്ങളിലൊന്നാണ് അഹങ്കരിക്കുക എന്നുള്ളത്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തു ഖർദലിൻ മിൻ കിബ്ർ, കിബറിന്റെ ഒരു അണുമണി തൂക്കമെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ റജുലുൻ മിമ്മൻ കാന മിൻ ഖബ്ലികും يمشي في الأرض وهو يتبختر يمشي في بردته قد أعجبته نفسه فخسف الله به الأرض
وهو يتجلجل فيها إلى يوم القيامة. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മുൻകഴിഞ്ഞു പോയ സമൂഹത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഭൂമിക്ക് മുകളിലൂടെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയാണ്. അയാൾ ഒരു നല്ല വസ്ത്രം അണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വസ്ത്രമണിഞ്ഞ് മറ്റുള്ളവരുടെ മേൽ അഹങ്കരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ തന്റെ പ്രൗഢി കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ഫഖസഫല്ലാഹു ബിഹിൽ അർദ്. അല്ലാഹു ആ മനുഷ്യനെ അഹങ്കാരം കാരണത്താൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. വഹുവ യതജൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ. ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് അടിത്തട്ടിലേക്ക്, അടിത്തട്ടിൽ നിന്ന് അടിത്തട്ടിലേക്ക് ആ മനുഷ്യൻ പതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരേക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കരിക്കുന്ന മനുഷ്യർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അഅജമിയ്യിൻ വലാ ലിഅഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലിഅബയദ അലാ അസ്വദ വലാ ലിഅസ്വദ അലാ അബയദ ഇല്ലാ ബിത്തഖ്വ. ഒരിക്കലും തന്നെ അറബിക്ക് അനറബിയുടെ മേലോ, അനറബിക്ക് അറബിയുടെ മേലോ, വെളുത്തവന് കറുത്തവന്റെ മേലോ, കറുത്തവന് വെളുത്തവന്റെ മേലോ യാതൊരർത്ഥത്തിലുമുള്ള ഉന്നതിയുമില്ല, യാതൊരർത്ഥത്തിലുമുള്ള ശ്രേഷ്ഠതയുമില്ല. എല്ലാവരും സമന്മാരാണ്. നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് ബിത്തഖ്വ, എത്രമാത്രം പടച്ച റബ്ബിനെ പേടിച്ച് ഭയഭക്തിയോടുകൂടി ഒരു മനുഷ്യൻ ജീവിക്കുന്നുവോ അതാണ് ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠതയെ നിർണയിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുകും മിൻ ആദം വആദം മിൻ തുറാബ്. എല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നും. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് ഉപദേശം നൽകുകയാണ്. ആ ഉപദേശത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും, പൊന്നുമകനെ, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മോനെ, അഹങ്കാരം കൊണ്ട്, അഹംഭാവം കൊണ്ട് ഒരു മനുഷ്യന്റെ നേരും നീ മുഖം തിരിച്ചു കളയരുത്. ഒരു മനുഷ്യനോടും അഹങ്കരിച്ചുകൊണ്ട് നീ നിന്റെ മുഖം കറുപ്പിക്കരുത്, മുഖം തിരിച്ചു കളയരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ. ഭൂമിയിലൂടെ അഹന്ത നടിച്ചുകൊണ്ട് നീ നടക്കുകയും ചെയ്യരുത്. കാരണം എന്തെന്നറിയുമോ? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹംഭാവം ധരിച്ച് അഹന്തയോടുകൂടി, അഹങ്കാരത്തോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. എന്നിട്ട് പറയുന്നു, വഖ്സിദ് ഫീ മശീക്. നടത്തത്തിലുമുണ്ടൊരു മിതത്വം. നീ നടക്കുമ്പോൾ മിതത്വത്തോടുകൂടി നടക്കുക. വഖ്സിദ് ഫീ മശീക വഗ്ദദ് മിൻ സൗതിക്. നിന്റെ ശബ്ദം മറ്റുള്ള ഒരു മനുഷ്യന്റെ മേൽ ഗാംഭീര്യമായി അഹങ്കാരത്തോടുകൂടി നീ നിന്റെ ശബ്ദം കനപ്പിക്കരുത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീദ്. അങ്ങനെ അഹങ്കാരത്തോടുകൂടി ശബ്ദമുയർത്തുന്നവന്റെ ശബ്ദം അത് കഴുതയുടെ ശബ്ദം പോലെയാണ് എന്ന്, ആ ശബ്ദം എത്രമാത്രം അലോസരം ഉണ്ടാക്കുന്നതാണ് എന്ന് ശബ്ദമുണ്ടാക്കുന്ന കഴുതക്കറിയില്ലേ എന്നുള്ള രൂപത്തിലുള്ള ഉപമയാണ് വിശുദ്ധ ഖുർആൻ അഹങ്കരിക്കുന്ന മനുഷ്യന്റെ ശബ്ദത്തിന് പോലും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവനെ അടിച്ചമർത്തുന്നതിനും ഒരു വിശ്വാസി മുൻകൈയെടുക്കാൻ പാടില്ല. പ്രശ്നത്തിന് വേണ്ടി ഒരാൾ വന്നാലും അവിടെ നിന്ന് സമാധാനം പറഞ്ഞ് വഴിമാറിപ്പോകുന്നവൻ. وَإِذَا سَمِعُوا اللَّغْوَ يَقُولُ اللَّهُ عَزَّ وَجَلَّ وَإِذَا سَمِعُوا اللَّغْوَ أَعْرَضُوا عَنْهُ وَقَالُوا لَنَا أَعْمَالُنَا وَلَكُمْ أَعْمَالُكُمْ سَلَامٌ عَلَيْكُمْ لَا نَبْتَغِي الْجَاهِلِينَ. ഒരാള് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി, പ്രതിസന്ധികൾക്ക് വേണ്ടി, ബുദ്ധിമുട്ടിന് വേണ്ടി സമീപിക്കുന്ന വേളയിൽ അവർ പറയും, ലനാ അഅ്മാലുന, ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളാം. വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയും. ഞങ്ങളും നിങ്ങളും സമന്മാരല്ല.
ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, അതിന് ഞങ്ങൾ മുതിരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ സമാധാനം, കുഴപ്പമുണ്ടാക്കരുത്, അരുത്, സമാധാനത്തോടുകൂടി ജീവിക്കുന്നവർക്കിടയിൽ പ്രയാസമുണ്ടാക്കരുത് എന്ന് പറയുന്നവർ ലാ നബ്തഗിൽ ജാഹിലീൻ, അവിവേകികളോട് സംസാരിക്കാനും തർക്കിക്കാനും നിൽക്കുന്നവരല്ല ഞങ്ങൾ എന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നവരാണവർ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഖാല അല്ലാഹു അസ്സ വജൽ വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദാ അല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മയും തിന്മയും സമമാകുകയില്ല. തിന്മയോട് നിങ്ങൾ നന്മയോടുകൂടി പ്രതികരിക്കുക. നിങ്ങൾ തിന്മയെ എതിരിടേണ്ടത് നന്മയോടുകൂടിയാണ്. അപ്രകാരം നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്ക് പോലും നിങ്ങളോട് ഉറ്റമിത്രങ്ങളാകുകയെന്നുള്ളതല്ലാതെ ഒരു പരിഹാരം അവർക്ക് മുന്നിൽ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിൻ വിനയത്തോടുകൂടി അഹങ്കാരമില്ലാതെ ഏറ്റവും എളിമയോടുകൂടി ജീവിക്കുകയും അതുപോലെ തന്നെ അത്തരത്തിൽ പരസ്പരം പെരുമാറുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളട്ടെ, ഭയപ്പെട്ടുകൊള്ളട്ടെ. ജീവിതം നൈമിഷികമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകാം. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, പശ്ചാത്തപിച്ചു മടങ്ങാൻ നമുക്ക് സമയമായി. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്നതായ ദിവസം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, അന്ന് ഓരോ ആത്മാവും ആ ആത്മാവ് ചെയ്ത പ്രവർത്തനങ്ങളെ മുന്നിൽ കാണുകയും അതിന്റെ പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. വഹും ലാ യുസ്ലമൂൻ, ഒരാളോടും അല്ലാഹു അനീതി കാണിക്കുകയില്ല. നന്മ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് നന്മ ലഭിക്കും. അല്ലാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.